ക്രിസ്തേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നല്ല ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത് നാം പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്. ഇന്നലെ ഭക്തിയുടെ മാർഗത്തെപ്പറ്റി, പ്രാർത്ഥനയെ ശക്തമാക്കുന്ന ഒരു മാർഗം ഭക്തി, ഒരുവനിൽ ഭക്തി എങ്ങനെ ഉളവാകും എന്ന് നാം ചിന്തിക്കുകയായിരുന്നു. ഒരു നിമിഷത്തെ ജീവിതം കൊണ്ട് ഒരുവൻ ഭക്തനായി മാറുന്നില്ല, ഒരുവൻ സാധുവായി മാറുന്നില്ല. ജീവിതത്തിൻ്റെ സമസ്തവും ദൈവമാണെന്ന് ചിന്തിച്ച് ആ അന്വേഷണത്തിൽ സ്വയം സമർപ്പിച്ച് തന്നെത്താൻ എളിമപ്പെടുത്തി ഭൗതിക കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്ന് മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പര സഹകരണത്തോടെ എളിമപ്പെടുത്തിക്കൊണ്ട് നിസ്തന്ത്രമായ തീഷ്ണതയോടുകൂടി ലക്ഷ്യം മുന്നിൽ കൊണ്ട് പ്രയാണം ചെയ്ത് ജീവിക്കുന്നവൻ, കർത്തവ്യ ബോധമുള്ളവൻ, ഇവനാണ് ഒരു ഭക്തൻ. ഈ ഭക്തനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. സങ്കീർത്തകൻ പറയുന്നു, യഹോവയുടെ ഭക്തൻ ഭിക്ഷ തണ്ടുന്നത് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, യഹോവയുടെ ഭക്തനെ യഹോവ പുലർത്തും. ആകാശപക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റും. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ഭക്തൻ ദൈവത്തിന്. ഒരു മനുഷ്യനെ നേടുവാൻ വലിയ ഒരു പന്നിക്കൂട്ടത്തിലേക്ക് ദുരാത്മാവിനെ പ്രവേശിപ്പിക്കുന്നതിന് അനുവാദം കൊടുക്കുന്ന സർവശക്തനായ ദൈവം എനിക്കും നിനക്കും വിലയിട്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്, അല്ലെ കോടിക്കണക്കിന് സ്വർണമല്ലേ, നാണയങ്ങളാണ്. അപ്പോൾ എനിക്കും നിനക്കും ദൈവമാണ് ഏറ്റവും വലിയ വിലയിടുന്നത്. ഇന്ന് മനുഷ്യരുടെ മുൻപിൽ നമുക്കൊരു വിലയും കാണുകയില്ലായിരിക്കും. മനുഷ്യന്റെ മുമ്പിൽ വിലയില്ലാത്തവനെ ദൈവം വിലയുള്ളവനായി കാണും. ആർക്കും ഒന്നിനും വേണ്ടാത്ത കഴുതയെ അവിടുന്ന് വാഹനമാക്കി മാറ്റിയെന്ന് വരികിൽ, ദൈവജ്ഞാനത്തിൽ ദൈവാനുഭവത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, ജ്ഞാനം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനാണ്. പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗമാണ്, പ്രാർത്ഥനയെ ശക്തമാക്കുന്ന ഒരു ഭാഗമാണ് കർമ്മമാർഗം, ജ്ഞാനമാർഗം. നമ്മുടെ ജീവിതം വെറും ഭൗതികമായ അറിവ് നേടുന്നതാകരുത്. ഭൗതികമായ അറിവ് അല്ലെങ്കിൽ അല്പമായിട്ടുള്ള അറിവ്, അത് വെറും താത്വികമായ അറിവുകളാണ്. യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതാണ്. അപ്പോൾ ദൈവത്തിലേക്കുള്ള യാത്രയാണ് ജ്ഞാനം. ജ്ഞാനത്തിന്റെ പുസ്തകം പറയുന്നു, കുഞ്ഞേ ജ്ഞാനം നേടുക, ജ്ഞാനത്തിന്റെ വഴിയെ നടക്കുക, ജ്ഞാനം നിന്നെ സ്വതന്ത്രനാക്കും. അറിവ് ഊർജമാണ്, ശക്തിയാണ് ജ്ഞാനം. ജ്ഞാനം അഗ്നിയാണ്. ജ്ഞാനമുള്ളവനെ ആർക്കും ഒരിക്കലും തിരസ്കരിക്കുവാൻ സാധിക്കുകയില്ല. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാണ്. യഹോവ ഭയമത്രേ ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പോൾ ജ്ഞാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തെ തേടുന്നതിന് വേണ്ടി ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിക്കണം. ജ്ഞാനം നേടുവാൻ ആഗ്രഹിച്ച ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥൻ എല്ലാം ഉപേക്ഷിച്ച് ജ്ഞാനത്തെ തേടി അവൻ ഇറങ്ങി. അവൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നു. അവന് ജ്ഞാനോദയം ലഭിച്ചു. അവൻ ജ്ഞാനിയായി മാറി. ജ്ഞാനിയായ ശലോമോനെ പറ്റി വേദപുസ്തകം പറയുന്നു, അവന്റെ ജ്ഞാനം കേൾക്കുവാൻ ലോകത്തിന് 4 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നെത്തി. അവൻ അനുഗ്രഹിക്കപ്പെട്ടത് അവന്റെ ജ്ഞാനത്താലാണ്. ഈ സോളമന് ജ്ഞാനം ലഭിച്ചത് ലോകത്തിൽ നിന്നല്ല. ശലോമോന്റെ ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തോടൊത്തുള്ള ജീവിതമായിരുന്നു. ദാവീദ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു.
യഹോവ അതിനനുവദിച്ചില്ല. ജ്ഞാനിയായതിൻ്റെ മകൻ സോളമൻ അവന്റെ സർവജ്ഞാനം കൊണ്ടും ഞാൻ നൽകുന്ന ജ്ഞാനത്താൽ എനിക്ക് ആലയം പണിയും എന്നാണ് യഹോവയായ ദൈവം ദാവീദിനോട് പറയുന്നത്. ജ്ഞാനം നേടണം കുഞ്ഞെ. നിന്റെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായത് ജ്ഞാനമാണ്, അറിവാണ്. അറിവ് ഔഷധമാണ്. ഒരു ജ്ഞാനി ഒരിക്കലും ഇല്ല നിറകൂടം തുളുമ്പില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു ജ്ഞാനിയും നിറകൂടം തുളുമ്പുന്ന ഒരു ജീവിതത്തിനുടമയാവുകയില്ല. ജ്ഞാനിയായി മാറുന്നവൻ സാത്വികനായി മാറുകയാണ്. അവനൊരു പിച്ചാന്തേകിയായി മാറുകയാണ്. അവൻ ലാളിത്യത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ സ്വയ അവബോധത്തിലേക്ക്, ഞാൻ ആരെന്നുള്ള ഉൾവിളിയിലേക്കും ഉൾബോധത്തിലേക്കും കടന്നു വരുന്നു. കാരണം ഓരോ ദിവസവും അവൻ അന്വേഷിക്കുന്നത് യഥാർത്ഥ ജ്ഞാനമായ ദൈവത്തെയാണ്. ദൈവത്തെ കണ്ടെത്തും തോറും അവൻ താൻ ഒന്നുമല്ല എന്നുള്ള തലത്തിലേക്ക് ഉയരും. നമ്മുടെ പ്രാർത്ഥനയിലും ജ്ഞാനമായവനെ തേടുവാൻ നമുക്ക് സാധിക്കും. അറിവിലൂടെ നമ്മളിൽ മാറ്റമുണ്ടാകണം. അറിവ് നമ്മെ രൂപപ്പെടുത്തണം. ആ രൂപപ്പെടുത്തൽ നമ്മെ മാറ്റിമറിക്കണം. ഈ മാറ്റം നമ്മളെ രൂപാന്തരപ്പെടുത്തണം. ഈ രൂപാന്തരപ്പെടൽ നമ്മളെ ആകമാനം മാറ്റിമറിക്കുന്ന പുതിയ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവവും ഒരു വ്യക്തി ജീവിതമാക്കി തീർക്കണം. ഇതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.